ഹലോ എവ്രി വൺ, വെൽക്കം ടു ഈസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ വീണ്ടും ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ന്യൂക്ലിയോഫൈൽ ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ന്യൂക്ലിയോഫൈൽ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതായിരുന്നു ഒരു പ്രോപ്പർ ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ? ഒരു ആൽക്കോക്സൈഡുകളുടെ ന്യൂക്ലിയോഫിലിസിറ്റി അതുപോലെ ബേസിസിറ്റി നമ്മൾ പറയാ ചെയ്തത്. ന്യൂക്ലിയോഫിലിസിറ്റി ബേസിസിറ്റി നമ്മുടെ കമ്പാരിസൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പൊ അത് വെച്ചില്ല ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ക്വസ്റ്റൻ അല്ല ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ കുറെ വട്ടം എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ ഹാലൈഡ് അയണുകൾ എഫ് മൈനസ്, സി എൽ മൈനസ്, ബി ആർ മൈനസ്, ഐ മൈനസ്, ഇവരുടെ ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിറ്റി നമ്മൾ എങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒരുപോലെയാണ് ഓർഡർ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ന്യൂക്ലിയോഫിലിസിറ്റി നമ്മൾ ഓൾറെഡി എഴുതിയതാ. എങ്ങനെയായിരുന്നു? എഫ് മൈനസും എഫ് മൈനസ് ലെസ് ദാൻ അല്ലെ? ഏറ്റവും കൂടുതൽ അയോഡൈഡ് ന്യൂക്ലിയോഫിലിസിറ്റി നമ്മൾ എഴുതിയിരുന്നു. സി എൽ മൈനസ്, ബി ആർ മൈനസ്, ഐ മൈനസ്, ഇങ്ങനെ നമ്മൾ എഴുതിയില്ലേ? ഇതിന്റെ റീസൺ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ അല്ലെ? സൈസ്, അതായത് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ന്യൂക്ലിയോഫിലിസിറ്റി എന്താണ്? കൂടും. എവിടെ? ഇങ്ങോട്ടോ, അതായത് റൈറ്റിലേക്ക് പോകും തോറും. അയോഡൈഡിനാണ് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത്, ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ് അയോഡൈഡിനാണ്. അതുകൊണ്ട് ന്യൂക്ലിയോഫിലിസിന്റെ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾ പറഞ്ഞ. ഈ ബേസിറ്റി എങ്ങനെയാണ്? ന്യൂക്ലിയോഫിലിസിന്റെ സെയിം ഓർഡർ ആണോ ഡിഫറെന്റ് ആണോ? ബേസിറ്റി നമ്മൾ എങ്ങനെ നോക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞാണ് ബേസിറ്റിക്ക് നമുക്ക് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് നോക്കേണ്ടത് അല്ലെ? ഇലക്ട്രോൺ ഡെൻസിറ്റി ഹൈ ആവുമ്പോഴാണ് ബേസിറ്റി ഹൈ ആയിരിക്കാം. അപ്പൊ ഈ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആർക്കായിരിക്കും ഹൈ? നമ്മൾ അയോൺസ് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ആറ്റംസ് ജസ്റ്റ് എഫ്, സി എൽ, ബി ആർ, ഐ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ സൈസ് ഫ്ലൂറിൻ ആണ് അല്ലെ? ഫ്ലൂറിനും ബ്രോമിനും ക്ലോറിൻ അയോഡിൻ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിൻ ആണ് ഇവിടെ ഏറ്റവും കുറവ് സൈസ് വരുന്നത്. സൈസിന്റെ ഓർഡർ അങ്ങനെയല്ലേ? പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. അപ്പൊ സൈസ് ഏറ്റവും കുറവായത് കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിനായിരിക്കും. അതായത് മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി ആർക്കാണ് ഇവിടെ? ഫ്ലൂറിനാണ്. ബിക്കോസ് അതിന്റെ സൈസ് ഏറ്റവും കുറവപ്പോൾ ഇലക്ട്രോൺസ് ഒന്നുകൂടി ഡെൻസ് ആയി നിൽക്കുകയാണ്, സൈസ് കുറവായത് കാരണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റിന്റെ ഓർഡർ എഴുതാന്നുണ്ടെങ്കിൽ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ, ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ, അയോഡിൻ, ഇങ്ങനെ വരും. ഇത് തന്നെയാണ് ബേസിറ്റിയുടെ ഓർഡർ. ഓക്കെ, ബിക്കോസ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ബേസിറ്റി കൂടും. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ ഫ്ലൂറിൻ ആയത് കാരണം ഏറ്റവും കൂടുതൽ ബേസിക് എവിടെയായിരിക്കും? ഫ്ലൂറിൻ അല്ല, ഫ്ലൂറൈഡ് ആനയോൺ അല്ലെ? ഫ്ലൂറൈഡ് അയോൺ ആണ് ഏറ്റവും കൂടുതൽ ബേസിറ്റി വരാം. അപ്പൊ ഈ ഓർഡർ ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിറ്റിയും ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ കേസിൽ, ഹാലൈഡ് അയോൺസിന്റെ കേസിൽ. ക്ലിയർ ആയി? ഇത്രേ ഉള്ളൂ. നമുക്ക് ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് വെച്ചിട്ടല്ല, നമ്മൾ പഠിച്ച ന്യൂക്ലിയോഫിലിസിറ്റി വെച്ചിട്ടാണ് കേട്ടോ. ന്യൂക്ലിയോഫിലിസിറ്റി ഏറ്റവും കൂടുതലുള്ള മോളിക്യൂൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എമോങ് ദ ഫോളോയിങ് ദ ഹയസ്റ്റ് ന്യൂക്ലിയോഫിലിസിറ്റി ഈസ് എക്സിബിറ്റഡ് ബൈ. ഇത് എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച ന്യൂക്ലിയോഫിലിസിറ്റിയുടെ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് പറഞ്ഞു അല്ലെ? അത് വെച്ച് നോക്കിയാൽ മതി. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ മോളിക്യൂളുകളുടെ ഡോണർ ആറ്റം ഏതാണ്? എ ബി സിയുടെ 4 മോളിക്യൂൾ ഉണ്ട്. ഇതിന്റെയൊക്കെ ഡോണർ ആറ്റംസ് ഏതാണെന്ന് അറിയണം. ആ ഡോണർ ആറ്റത്തിന്റെ സൈസും അതിന്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഏതൊക്കെ ഡോണർ ആറ്റംസ്? ഫ്ലൂറൈഡ് അയോണിൽ ഫ്ലൂറിൻ ആണ്, പിന്നെ OH മൈനസിൽ ഓക്സിജൻ ആണ്, CH3 മൈനസ് മീഥൈൽ കാർബാനോണിൽ ഏതാണ്? കാർബൺ ആണ്. NH2 മൈനസിൽ N ആണ് അല്ലെ? ഇതൊക്കെയാണ് ഇതിന്റെ ഡോണർ ആറ്റംസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി? ഇനി എന്ത് കമ്പയർ ചെയ്യണം? സൈസും ഇലക്ട്രോണെഗറ്റിവിറ്റിയും കമ്പയർ ചെയ്യണം. ഇലക്ട്രോണെഗറ്റിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ? ഇതൊരു രണ്ടാമത്തെ പീരീഡിലെ എലമെന്റ്സ് ആണ്. രണ്ടാമത്തെ പീരീഡ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ പോകുന്നത്? ആദ്യം കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, അങ്ങനെയല്ലേ? 2p. സെക്കൻഡ് പീരീഡ് ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? ലെഫ്റ്റ് റൈറ്റിലേക്ക് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഇലക്ട്രോണെഗറ്റിവിറ്റി എന്താണ് ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണെഗറ്റിവിറ്റി നമുക്ക് ജസ്റ്റ് ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിക്രീസ് എന്ന് പറയാം. സോറി, ഇൻക്രീസ് ആട്ടോ. ഇലക്ട്രോണെഗറ്റിവിറ്റി കുറയല്ല, കൂടാണ്. ഇലക്ട്രോണെഗറ്റിവിറ്റി ഇൻക്രീസ് ആണ് ചെയ്യുന്നത് അല്ലെ? ഇൻക്രീസ് ആവാണ്. പിന്നെ സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈസ് ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുന്തോറും സൈസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഡൗട്ട് ഒന്നുമില്ല? ഇങ്ങനെയല്ലേ പോകുന്നത്? ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു പീരീഡിൽ ഇലക്ട്രോണെഗറ്റിവിറ്റി ഓഫ് എലമെന്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു, സൈസ് ഓഫ് എലമെന്റ്സ് ഡിക്രീസും ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ന്യൂക്ലിയോഫിലിസിറ്റി എന്ത് സംഭവിക്കും? ന്യൂക്ലിയോഫിലിസിറ്റി ഡിക്രീസ് ചെയ്യാണ്. അത് രണ്ട് ഇൻവേഴ്സ് റിലേഷൻ ആണ്, നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോഴോ അപ്പോൾ ന്യൂക്ലിയോഫിലിസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. കാരണം സൈസുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ആണ്. സോ നമ്മൾ ബേസിക്കലി ഇപ്പൊ എന്താണ്? ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള എലമെന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ന്യൂക്ലിയോഫൈൽ. ഏറ്റവും കൂടുതൽ സൈസ്. അപ്പൊ സൈസിന്റെ ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു സെക്കൻഡ്. നമുക്ക് ന്യൂക്ലിയോഫിലിസിറ്റിന്റെയും സൈസിന്റെ ഓർഡർ ഒന്ന് അറേഞ്ച് നോക്കട്ടെ എലമെന്റുകളെ, ഈ ആറ്റംസിന് എങ്ങനെയൊക്കെയാണ്. ഇലക്ട്രോണെഗറ്റിവിറ്റി പറയുമ്പോൾ ഇവിടെ കാർബൺ ആദ്യം വരും, പിന്നെ നൈട്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ ഫ്ലൂറിൻ. സൈസ് ആകുമ്പോൾ ഏറ്റവും കുറവ് ഫ്ലൂറിൻ ആണ് അല്ലെ? സോ ഫ്ലൂറിൻ ഇവിടെ വരും.
പിന്നെ ഓക്സിജൻ വരും, പിന്നെ നൈട്രജൻ വരും, പിന്നെ കാർബൺ വരും. ഇങ്ങനെയാണ് സൈസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഹയസ്റ്റ് ന്യൂക്ലിയോഫിലിസിറ്റി ആർക്കായിരിക്കും? ഏറ്റവും കുറവ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള ആറ്റം ഏതാണോ അതിനായിരിക്കും ഹയസ്റ്റ് ന്യൂക്ലിയോഫിലിസിറ്റി. ഇവിടെ ഏറ്റവും സൈസ് കൂടുതൽ ഏതിനാ? സൈസ് കൂടുതൽ കാർബൺ ആണ് അല്ലെ. പിന്നെ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവ് കാർബൺ ആണ്. ക്ലിയർ ആയി? ഓക്കെ. അപ്പൊ കാർബൺ ഉള്ള ഡോണർ ആറ്റം ആയിട്ടുള്ള ന്യൂക്ലിയോഫിൽ ഏതാ? നമ്മുടെ CH3- ആണ്. സോ CH3- ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഹയസ്റ്റ് ന്യൂക്ലിയോഫിലിസിറ്റി നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും സൈസും. ഇലക്ട്രോണെഗറ്റിവിറ്റി എന്ത് ചെയ്യണം? ഇലക്ട്രോണെഗറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കുറയണം, സൈസ് കൂടണം. ഇങ്ങനെയുള്ള ഡോണർ ആറ്റംസിലെ ന്യൂക്ലിയോഫിൽസ് ആയിരിക്കും എന്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോഫിലിസിറ്റി. ഓക്കെ, ഇത് എളുപ്പത്തിൽ കിട്ടും ആൻസർ. ക്ലിയർ ആയി? അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഡോണർ അബിലിറ്റി ബേസിക് എന്ന് പറയുന്നത് നമുക്ക് വേറെ കുറച്ചും കൂടി ഡീപ്പായിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഈ കൂട്ടത്തിൽ പറയുന്നില്ല. അപ്പൊ നമ്മൾ ന്യൂക്ലിയോഫൈൽ ആണ് കാര്യമായിട്ട് പറഞ്ഞല്ലേ. അപ്പൊ അതിന്റെ കൂടെ ബേസിറ്റും കൂടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് മാത്രം ബേസിക് മാത്രമായിട്ട് നമുക്ക് ജസ്റ്റ് പഠിക്കാനുണ്ട്. അസിഡിറ്റി ഒക്കെ വേറെ പഠിക്കാനുണ്ട്. അപ്പൊ പഠിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഇലക്ട്രോഫൈലിലേക്ക് പോവാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇലക്ട്രോഫൈൽ ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഓക്കെ. ഇലക്ട്രോഫൈൽ എന്താ? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതായത് ഇലക്ട്രോൺ ലവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെ. അവരെന്താണ്? അവരുടെ ഓർബിറ്റലിലേക്ക്, ഏതൊക്കെ ഓർബിറ്റലിലേക്കാ? പൈ സ്റ്റാർ, സിഗ്മ സ്റ്റാർ, അല്ലെങ്കിൽ empty ആയിട്ട് PO DO ഉണ്ടെന്നുണ്ടെങ്കിൽ empty P D ഓർബിറ്റൽ, ഇതിലേക്കൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോഫൈലിന് ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സ്പീഷീസ് ആണ് ഇലക്ട്രോഫൈൽ. അതായത് ഇലക്ട്രോൺ ലവിംഗ് എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ച് ക്ലാസിഫൈ ചെയ്യാം. ന്യൂക്ലിയോഫൈൽ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ഇലക്ട്രോഫൈൽസ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും രണ്ട് രീതിയിൽ. ഒന്നാമത്തെ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജഡ് ഇലക്ട്രോഫൈൽ. പോസിറ്റീവ് ചാർജഡ് ഇലക്ട്രോഫൈലുകളാണ് Ag+, സിൽവറിന്റെ അയോൺ, പിന്നെ Mg2+, മഗ്നീഷ്യം കാറ്റോൺ, പിന്നെ H+, ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. ഇവരെന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള, അത് NO2+, ഇത് പറയാൻ പറഞ്ഞു. NO2+ നമ്മളിപ്പം കേൾക്കുന്നതാണ് അല്ലെ. ഇതൊക്കെ പോസിറ്റീവ് ചാർജ് ആയിട്ട് ഇലക്ട്രോഫൈൽ ആണ്. ഇനി ന്യൂട്രൽ ആയിട്ടുള്ളത്, ന്യൂട്രൽ ആണ് നമ്മൾ ഒരുപാട് റിയാക്ഷൻസിൽ ഓൾറെഡി കണ്ടു. ന്യൂട്രൽ ഇലക്ട്രോഫൈൽ ഏതൊക്കെയാ? BH3, അതുപോലെ BCl3. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബോറോണിന്റെ p ഓർബിറ്റൽ അല്ലെ. ഇവിടെ ഏതിലേക്കാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ബോറോണിന്റെ p ഓർബിറ്റലിലേക്കാണ് ഇവർ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുക. p ഓർബിറ്റൽ വാക്കന്റ് ആയി കിടക്കുക. അപ്പൊ ഇവിടെ എന്താണ്? p ഓർബിറ്റൽ അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ, പൈ സ്റ്റാറിലേക്കോ സിഗ്മ സ്റ്റാറിലേക്കോ പിന്നെ empty ആയിട്ടുള്ള PO DO അതിലേക്ക് എന്തെങ്കിലും ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ബോറോൺ p ഓർബിറ്റൽ വാക്കന്റ് ആയത് കാരണമാണ് ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവുന്നത്. പിന്നെ വരുന്നത് BCl3 പറയാം. അത് d ഓർബിറ്റൽ വാക്കന്റ് ആയിട്ടാണ് നമ്മൾ ടൈറ്റാൻ ടെട്രാക്ലോറൈഡ്. ടൈറ്റാൻ ടെട്രാക്ലോറൈഡിന്റെ കേസിൽ അവിടെ വാക്കന്റ് ആയി കിടക്കുന്നത് d ഓർബിറ്റലാണ്. ഓക്കെ, ഇവിടെ എന്താണ്? d ഓർബിറ്റൽ അല്ലെ. d ഓർബിറ്റലാണ് വാക്കന്റ് ആയി. ടൈറ്റാനത്തിന് d ഓർബിറ്റൽ എന്താണ്? വാക്കന്റ് ആണ്. അതുകൊണ്ട് അതെന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോഫൈൽ ആണ്. ക്ലിയർ ആയി? അത്രേ ഉള്ളൂ. അത്ര അതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ആംബിഡന്റ് എന്ന് വാക്ക് കേട്ടിട്ടുണ്ടോ? ആംബിഡന്റ് ഇലക്ട്രോഫൈൽ പറയാം. എന്താ ആംബിഡന്റ് ഇലക്ട്രോഫൈൽ? അതായത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ സെന്ററുകൾ ഉള്ളതാണ് ആംബിഡന്റ് ഇലക്ട്രോഫൈൽ. അതായത് ഒരു സെന്റർ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ സെന്ററുകൾ എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ മോളിക്യൂൾ എടുക്കാം. ഈ ഒരു മോളിക്യൂൾ ആണ് വെച്ചോളൂ. ഇത് ഓൾറെഡി ചെയ്തിട്ടില്ല അല്ലെ. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ CO ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും അല്ലെ. കാരണം ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യല്ലേ. അഗൈൻ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. കാർബൺ നിന്ന് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ രണ്ട് എന്ത് വരുന്നത്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റേഴ്സ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റേഴ്സ് എന്ത് രണ്ടെണ്ണം വരുന്നുണ്ട്. 2 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റേഴ്സ്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ആംബിഡന്റ് ഇലക്ട്രോഫൈൽ നമ്മൾ പറയും കേട്ടോ. രണ്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ, രണ്ട് പറയാൻ പറ്റില്ല, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയാ? ആംബിഡന്റ് ഇലക്ട്രോഫൈൽ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംബിഡന്റ് ന്യൂക്ലിയോഫൈലോ? ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റം ഉണ്ടായിരിക്കും അല്ലെ. ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് ഉള്ളതാണ് ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ C∧N നമ്മുടെ സയനൈഡ് ആനയോൺ, സയനൈഡ് CN- സയനൈഡ് ആണ്. ഇതിൽ N ഉം C യും കാർബണും നൈട്രജനും ഡോണർ ആറ്റംസ് ആയിട്ട് ആക്ട് ചെയ്യാം. അതുപോലെ തന്നെ ONO-, ഇത് NO2-, ഇങ്ങനെ NO2-, ഇതിലും എന്ത് ചെയ്യാം? ഈ നൈട്രജനും അതുപോലെ ഓക്സിജനും എന്ത് ചെയ്യും? ഡോണർ ആറ്റംസ് ആക്ട് ചെയ്യും. അപ്പൊ ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് ഉള്ളതാണ്, ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡോണർ ആറ്റംസ് ഉള്ളതാണ് ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തേക്ക്. ഇനി നമ്മുടെ ഈ ഒരു മോളിക്യൂൾ നോക്കിയേ, NO3- എന്നുള്ളത് ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ ആണ്. കണ്ട് നമുക്ക് ആണ് തോന്നുന്നു, കാരണം ഓക്സിജൻ ഉണ്ട് അല്ലെ. പക്ഷെ ഇതിന്റെ സ്ട്രക്ചർ, ഓക്സിജൻ ഉണ്ട് നൈട്രജൻ ഉണ്ട് വിചാരിക്കും. പക്ഷെ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരുന്നത് O-, N+, ഇങ്ങനെ വരുന്നു സ്ട്രക്ചർ
സ്ട്രക്ചർ ഇങ്ങനെ നിൽക്കുന്നത്. ഈ കേസിൽ പക്ഷെ നൈട്രജന് മുകളിൽ പോസിറ്റീവ് ചാർജാണ്. കാരണം നൈട്രജന്റെ പി ഓർബിറ്റിൽ എന്താണ് ഇവിടെ എംറ്റി ആയി കിടക്കുക. പി ഓർബിറ്റിൽ എന്താണ് എംറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് എംറ്റി ആയതുകൊണ്ട് ഒരിക്കലും അത് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഓക്സിജൻ മാത്രമാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഓക്കെ, ഡോണർ ആറ്റം. സോ നൈട്രജൻ അവിടെ പി ഓർബിറ്റിൽ എംറ്റി ആണ്, അതുകൊണ്ട് അത് ഡൊണേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ NO3 എന്തല്ല, ആംബിഡന്റ് അല്ല. നമ്മളിപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റനിൽ ഓപ്ഷൻസിൽ ആംബിഡന്റ് ഏതൊക്കെയാണ്, ആംബിഡന്റ് അല്ലാത്തെന്ന് ചോദിക്കുമ്പോൾ NO3 മൈനസ് ആംബിഡന്റ് അല്ല എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കൺഫ്യൂസ് പോകാൻ സാധ്യതയുള്ള ഒരു മോളിക്യൂളാണ് NO3 മൈനസ്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് ഓർത്ത് വെക്കാം, അത്ര മതി. ഇത്ര നമുക്ക് ഇലക്ട്രോഫൈൽ പറയാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റൻ നോക്കിയാലോ, ഇതും പ്രീവിയസ് ചോദിച്ചിട്ടില്ല കേട്ടോ. ക്ലാസിഫൈ ദ ഫോളോയിങ് സ്പീഷീസ് ഇൻടു ഇലക്ട്രോഫൈൽസ് ആൻഡ് ന്യൂക്ലിയോഫൈൽസ്. ഈ തന്നിരിക്കുന്ന സ്പീഷീസിനെ ന്യൂക്ലിയോഫൈൽ ആയിട്ടും ഇലക്ട്രോഫൈൽ ആയിട്ട് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കണം. എങ്ങനെ നോക്കാം? ആദ്യം നമുക്ക് SO3 എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ ആണോ ഇലക്ട്രോഫൈൽ ആണോ? SO3 എന്താണ്? ഇലക്ട്രോഫൈൽ ആണ് കേട്ടോ. SO3 എന്താണ്? ഇലക്ട്രോഫൈൽ ആണ്, അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇനി Cl+ എന്ന് പറയും. Cl+ ഈ പ്ലസ് ചാർജ് കണ്ടാൽ തന്നെ അറിയാം അത് ഇലക്ട്രോഫൈൽ ആണ് അല്ലെ. Cl+ എന്താണ്? ഇലക്ട്രോഫൈൽ ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ള എന്തായാലും എന്തായിരിക്കും? ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. ഈ SO3 സ്ട്രക്ചർ വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. SO3 സ്ട്രക്ചർ ഇങ്ങനെ വരുന്നത് കണ്ടോ. ഇവിടെ S-ന് ഡൊണേറ്റ് ചെയ്യാൻ എന്തില്ല, ലോൺ പെയർ ഇലക്ട്രോൺസ് ഒന്നുമില്ല. S കംപ്ലീറ്റ്ലി ബോണ്ടഡ് ആണ് ഇവിടെ. അപ്പൊ S-ന് ഡൊണേറ്റ് ചെയ്യാൻ എക്സ്ട്രാ ആയിട്ട് ഒരു ഇലക്ട്രോൺ ഒന്നുമില്ല. അതുകൊണ്ടാണ് SO3 എന്താവുന്നത്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഫൈൽ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, SO3 പറയുന്നത്. ഓക്കെ, ന്യൂട്രൽ ആയിട്ടുള്ള ഇലക്ട്രോഫൈൽ ആണ്. ഓക്കെ, SO3 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഡൊണേറ്റ് ചെയ്യാൻ ഇലക്ട്രോൺസ് ഒന്നുമില്ല. Cl+ ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് എന്താണ്, ഇലക്ട്രോഫൈൽ തന്നെയാണ്. പിന്നെ വരുന്നത് CH3NH എന്താണ്? ഇവിടെ നൈട്രജൻ മുകളിൽ ലോൺ പെയർ ഉണ്ട്, ഇത് ന്യൂക്ലിയോഫൈൽ ആണ് അല്ലെ. പിന്നെ H3O+, അഗൈൻ ഹൈഡ്രോണിയം പ്ലസ് ചാർജ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോഫൈൽ ആണ്. BH3 നമ്മൾ പറഞ്ഞു, ബോറോണിൽ വാക്കന്റ് പി ഓർബിറ്റൽ ഉണ്ട്. ബോറോൺ എന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, സോ അത് ഇലക്ട്രോഫൈൽ ആണ്. CN- പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലെ. CN- ഒരു ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ നമ്മൾ പറഞ്ഞു. സോ ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള ഇത് ന്യൂക്ലിയോഫൈൽ ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇലക്ട്രോഫൈൽ, ഏതൊക്കെ ന്യൂക്ലിയോഫൈൽ കിട്ടിയില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. എളുപ്പമല്ല കണ്ടുപിടിക്കുക. നമുക്ക് ന്യൂട്രൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷേ SO3 എന്ത് ചെയ്യും, സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇവിടെ ഓൾറെഡി അതിന് എല്ലാ ഇലക്ട്രോൺസും ഉപയോഗിച്ചു. അത് ഇനിയിപ്പോൾ അതിന് ഡൊണേറ്റ് ഇലക്ട്രോൺസ് S-ന് ഇല്ല, അതുകൊണ്ടാണ് അത് എന്താവുന്നത്, ഒരു ഇലക്ട്രോഫൈൽ, ന്യൂട്രൽ ആയിട്ട് ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത്ര മതി. പ്രീവിയസ് വന്നിട്ടുള്ള ചോദ്യം ഇതാട്ടോ. ഇത്ര തന്നെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് ബേസിറ്റി അസിഡിറ്റി വെച്ച പ്രോബ്ലംസ് ആണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഒറ്റൊരു എക്സാമ്പിളോട് ഇതിൽ നോക്കാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളോട് നോക്കാന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് റിയേജൻസ് പറയാം. ഈ റിയേജൻസിൽ ഏതൊക്കെയാണ് ന്യൂക്ലിയോഫൈൽ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ BF3, പിന്നെ SO3, പിന്നെ CCl2, പിന്നെ NH3. ഇതിൽ ഏതൊക്കെയാണ് ന്യൂക്ലിയോഫൈൽ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ് ന്യൂക്ലിയോഫൈൽ? അപ്പൊ ബാക്കിയുള്ള എന്തായിരിക്കും, ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഓക്കെ, എനിവേ ന്യൂക്ലിയോഫൈൽ ഏതൊക്കെ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? ഇവിടെ BF3 എടുത്താലോ. BF3 എന്ന് പറയുന്നത് ഇലക്ട്രോഫൈൽ ആണോ ന്യൂക്ലിയോഫൈൽ ആണോ? BF3 നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് അല്ലെ. BF3 കാരണം എന്താ, അതും കൂടി നോക്കി നോക്കുക, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ BF3 ഇങ്ങനെ നിൽക്കുന്നത്. BF3 എത്ര ഇലക്ട്രോൺസാ? ഇവിടെ 2 ഇലക്ട്രോൺസ്. കോവലന്റ് ബോണ്ട് അല്ല അത് അല്ലെ, 2 ഇലക്ട്രോൺസ്. ഇങ്ങനെ മൊത്തം എത്ര ഇലക്ട്രോൺസ്? 2, 2, 2. ഇവിടെ 6 ഇലക്ട്രോൺസ് ഉള്ളൂ. 6 ഇലക്ട്രോൺസ് ആകെ ഉള്ളൂ. അപ്പൊ എന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണല്ലേ. അപ്പൊ എന്തല്ല, ന്യൂക്ലിയോഫൈൽ അല്ല, ഇതൊരു ഇലക്ട്രോഫൈൽ ആണ്. ഇത് ഇലക്ട്രോഫൈൽ ആണ്. സെറ്റായി. ഇനി SO3 നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. S-ന്റെ സ്ട്രക്ചർ ഒക്കെ വെച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഇങ്ങനെയാണ് S-ന്റെ സ്ട്രക്ചർ നിൽക്കുന്നത്. S-ൽ എന്തില്ല, വാക്കന്റ് ആയിട്ട് അവിടെ ഓർബിറ്റൽ, ഐ മീൻ വാക്കന്റ് അല്ല, ലോൺ പെയർ ഒന്നുമില്ല. ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തില്ല, ലോൺ പെയർസ് ഒന്നുമില്ല. എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി, ലോൺ പെയർസ് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇത് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യില്ല. ഇത് എന്തിനാണ്, ഇലക്ട്രോഫൈൽ ആണ് അല്ലെ. ഓക്കെ, ഇനി അടുത്തത് CCl2. CCl2 എങ്ങനെ സ്ട്രക്ചർ വരുന്നത്? CCl2 അല്ലെ, ആകെ ക്ലോറിന് കാർബൺ മുകളിൽ 2 ക്ലോറിൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതെങ്ങനെ ബോണ്ട് ചെയ്യുക? അപ്പൊ കാർബൺ നമുക്കറിയാം, കാർബൺ ഇവിടെ 2 ഇലക്ട്രോൺ അല്ലെ, ഇവിടെ 2 ഇലക്ട്രോൺ. ഓക്കെ, പിന്നെ കാർബണിന് മുകളിൽ 2 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് CCl2ന്റെ സ്ട്രക്ചർ പറയുന്നത്. കാർബണിന് മുകളിൽ ഇവിടെ ഒരു ലോൺ പെയറേ ഉള്ളൂ. 2 ഇലക്ട്രോൺ. മൊത്തം എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 1, 2, 3, 5, 6. ഇവിടെ 6 ഇലക്ട്രോണേ ഉള്ളൂ. ഇത് തന്നെയാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോഫൈൽ ആണ് കേട്ടോ. ഇലക്ട്രോഫൈൽ ആണ്. ഇതുകൊണ്ട് ഇലക്ട്രോഫൈൽ ആവുന്നത് കാരണം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. കാർബൺ മുകളിൽ ഇവിടെ ഒരു ലോൺ പെയർ ഉള്ളൂ. പിന്നെ ഇവിടെ ബോണ്ടിൽ 2 ഇലക്ട്രോൺ, മൊത്തം 6 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഇത് ഇലക്ട്രോൺ എന്തായാലും റിസീവ് ചെയ്യും. ഇനി അടുത്ത NH3 ആണെങ്കിൽ NH3 എങ്ങനെ വരുന്നത്? NH3 അല്ലെ, നൈട്രജൻ അല്ല, അമോണിയയിൽ ഇങ്ങനെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇത് 8
ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ രണ്ടെണ്ണം, രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം. ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ് ഇത് ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ലോൺ പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൊണേറ്റഡ് ടെൻഡൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതെന്താണ്, ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ NH3 ആണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഞാൻ രണ്ട് മോളിക്യൂൾസ് തരാം. ഈ രണ്ട് മോളിക്യൂൾസിൽ ബെറ്റർ ആയിട്ടുള്ള ബേസ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. മോളിക്യൂൾസ് രണ്ട് മോളിക്യൂൾസ് വെക്കാം. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഈ ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഇവിടെ നൈട്രജൻ ആറ്റം ഉണ്ട്, നൈട്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മോളിക്യൂൾ. രണ്ടാമത്തെ മോളിക്യൂൾ ഇതാണ്. ഓക്കെ, ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് ബേസിറ്റ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. അതായത് ഏതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ബേസ് ഏതായിരിക്കും, എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ബേസിറ്റ് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ടർ ഏതാണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് അല്ലെ. ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ഡോണർ ആറ്റം. ഡോണർ ആറ്റത്തിന് മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഫസ്റ്റ് മോളിക്യൂളിന്റെ കേസിൽ, ഇത് ഒന്നാമത്തെ മോളിക്യൂൾ, രണ്ടാമത്തെ മോളിക്യൂൾ. ഫസ്റ്റ് മോളിക്യൂളിന്റെ കേസിൽ ഇവിടെ രണ്ട് CH3 ഗ്രൂപ്പുകൾ, CH3 ഗ്രൂപ്പുകൾ രണ്ടെണ്ണം ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ CH3 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ്? ഡോണർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് അല്ലെ. അതുകൊണ്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയത് കാരണം ഈ N-ന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഈ നൈട്രജൻ ഇവിടുത്തെ ഡോണർ ആറ്റം. പിന്നെ നൈട്രജന് മുകളിൽ ഇവർ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അപ്പൊ അത് കാരണം ഇതായിരിക്കും ബെറ്റർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇവിടെ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് എന്തില്ല, വേറെ ഗ്രൂപ്പുകളൊന്നുമില്ല. അതുകൊണ്ട് ബേസിറ്റി കൂടുതൽ ഫസ്റ്റിനായിരിക്കും. ബേസിറ്റി ഓഫ് 1 is greater than 2. എളുപ്പമല്ലേ? ജസ്റ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടി നോക്കാം. നമ്മൾ ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിറ്റിയും എപ്പോഴാണ് സെയിം ആവുന്നത്? നമ്മളിപ്പോ അതിന്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിറ്റി ഒരുപോലെ ആകുമോ? നമുക്ക് കുറച്ചൊരു അയോൺസ് നമുക്ക് എടുത്ത് നോക്കാം. അതായത് CH3CO മൈനസ്, CH3O മൈനസ്, CH5O മൈനസ്, NO3 മൈനസ്, ഇതൊക്കെ എന്താണ്? കുറച്ച് അയോൺസുകളാണ്. ഇത് കുറച്ച് എന്താ, ന്യൂക്ലിയോഫൈലുകൾ അല്ലെങ്കിൽ ബേസുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ ന്യൂക്ലിയോഫിലിസിറ്റിന്റെ ഓർഡർ കണ്ടുപിടിക്കണം. അതുപോലെ ബേസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഇത് രണ്ടും എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഈ കേസിൽ ഡോണർ ആറ്റം ഏതാണ്? എല്ലാത്തിലും ഡോണർ ആറ്റം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ. ഓക്സിജൻ ആണ് ഡോണർ ആറ്റം. അപ്പോൾ ഡോണർ ആറ്റം സെയിം ആകുമ്പോൾ അവിടെ ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിസിറ്റി എന്താണ്? അവിടെ ഈക്വൽ ആയിട്ട് വരും, അല്ലെങ്കിൽ സെയിം ആയിട്ട് വരും, പാരലൽ ആയിട്ട് വരും. പാരലൽ ആവും. പാരലൽ എന്ന് വെച്ചാൽ ഒരേപോലെ ആയിട്ട് വരും. ഇൻക്രീസിംഗ് ഓർഡർ ഡിക്രീസിംഗ് ഓർഡർ സെയിം ആയിട്ട് വരും. ബിക്കോസ് നമ്മൾ ന്യൂക്ലിയോഫിലിസിറ്റി ബേസിൽ ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞ കേസൊക്കെ എന്തായിരുന്നു? ഡോണർ ആറ്റംസ് വേറെ ആയിരുന്നു. അവിടെ ഇലക്ട്രോൺ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു, സൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ എന്താണ്? എല്ലാം ഓക്സിജൻ ആണ്. പിന്നെ ഡിഫറൻസ് വരാൻ സാധ്യത സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റെറിക് ഹിൻഡ്രൻസ് വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിറ്റിയും മാറാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? ഏകദേശം ഗ്രൂപ്പുകളൊന്നും ബൾക്കിനെസ് വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ ഡോണർ ആറ്റം സെയിം ആണ്, സ്റ്റെറിക് ഹിൻഡ്രൻസിന് വലിയ റോൾ ഇല്ല ഇവിടെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിറ്റിയും പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ഒരുപോലെ പോകും നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതിന്റെ ആസിഡുകൾ നോക്കണം. ഇതൊക്കെ തന്നിരിക്കുന്നതൊക്കെ എന്താ? കോൺജുഗേറ്റ് ബേസ് ആണ് അല്ലെ. ഇതിന്റെ ആസിഡുകൾ എഴുതാം. ഇപ്പൊ NO3 മൈനസ് അല്ലെ. NO3 മൈനസിന്റെ ആസിഡ് ഏതാ? HNO3. HNO3ന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് NO3 മൈനസ്. അപ്പൊ HNO3. അപ്പൊ ആസിഡിറ്റിന്റെ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HNO3 ആണ് ഇതിൽ ഏറ്റവും സ്ട്രോങ്. രണ്ടാമത്തതോ? പിന്നെ നമുക്ക് ഇവിടെ CH3CO മൈനസ് ഉണ്ട്. അതെന്താ? അസിറ്റിക് ആസിഡ് ആണ്. അസിറ്റിക് ആസിഡ് CH3COH അല്ലെ. CH3COH അസിറ്റിക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ഈ പറഞ്ഞ അസറ്റേറ്റ് അയോൺ CH3CO മൈനസ്. പിന്നെ വരുന്നത്, പിന്നെ നമുക്ക് ഇവിടെ ഇതൊരു ആൽക്കഹോൾ ആണ് അല്ലെ. CH3OH മെത്തനോൾ ആണ്. ഇതോ CH5OH ആണ്. ഇത് നമ്മളെ ഫിനോൾ ആണ് അല്ലെ. ഫിനോളിനാണ് കൂടുതൽ അസിഡിറ്റി. അപ്പൊ CH5OH, പിന്നെ CH3OH. ഒന്നുമില്ല, നമ്മൾ എല്ലാത്തിനും H ഇട്ട് കൊടുത്തു. H ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആസിഡുകൾ കിട്ടും. പിന്നെ നമ്മൾ ആസിഡിന്റെ അസിഡിറ്റി എഴുതണം. അപ്പൊ അസിഡിറ്റിന്റെ ഓർഡർ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം അല്ലെ. ഏറ്റവും കൂടുതൽ അസിഡിറ്റി എന്തായാലും HNO3 ആയിരിക്കും. പിന്നെ അസിറ്റിക് ആസിഡ് ആണ്. പിന്നെയാണ് എന്തായാലും ആസിഡ് കഴിഞ്ഞിട്ട് ആൽക്കഹോൾ ഒക്കെ വരുള്ളൂ. അപ്പൊ ഇവിടെ അരോമാറ്റിക് ആൽക്കഹോൾ ആണ് ഫിനോൾ. ഇത് ആലിഫാറ്റിക് ആയിട്ടുള്ള മെഥനോൾ ആണ്. അപ്പൊ നമ്മൾ അത് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ഇനി പഠിക്കേണ്ടത് എന്താണ്? അരോമാറ്റിക് ആൽക്കഹോൾ ആണ്. ഫിനോൾ ആണ് നമ്മുടെ ആൽക്കൈൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സാധാ നമ്മൾ ആൽക്കഹോളിനെക്കാട്ടും അസിഡിറ്റി കൂടുതൽ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത്. അതുകൊണ്ടാട്ടോ. അത് നമുക്കിനി പഠിക്കാനുണ്ട് ഓർഡർ. അപ്പൊ പഠിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആസിഡുകൾ. ഇതൊക്കെ എന്താ? ആസിഡ് ആണ്. അപ്പൊ ആസിഡും ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ഇതൊക്കെ. അപ്പൊ ആസിഡിന്റെ ഓർഡർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ കോൺജുഗേറ്റ് ബേസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രോങ്ങർ ദ ആസിഡ് വീക്കർ ദി കോൺജുഗേറ്റ് ബേസ് അല്ലെ. എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യം. ആസിഡ് സ്ട്രോങ് ആകുമ്പോൾ അതിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ HNO3 ആണ് ഏറ്റവും സ്ട്രോങ് ആസിഡ്. അതിന്റെ കോൺജുഗേറ്റ് ബേസ് NO3 മൈനസ് ഏറ്റവും വീക്ക് ആയിരിക്കും.
പിന്നെയോ CH3CO- ഇങ്ങനെയാണ് ഓർഡർ പോവാ. പിന്നെ C6H5O-, കോൺജുഗേറ്റ് ബേസിന്റെ ഓർഡർ ഇങ്ങനെ പോവാ അല്ലെ, CH3O-. അപ്പൊ ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഏതാന്ന് ചോദിച്ചാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് ബേസ് CH3O-, അതാണ് CH3O- ആണ്. ഇതാണ് മെത്തോക്സൈഡ് അല്ലെ, CH3O- മെത്തോക്സൈഡ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസ്. പിന്നെ ഇവിടെ പറഞ്ഞ എന്താണ്, ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിറ്റി ഇവിടെ പാരലൽ ആയിട്ട് പോകും. ബിക്കോസ് ഇവിടെ ഡോണർ ആറ്റം സെയിം ആണ്, സ്റ്റെറിക് ഹിൻഡ്രൻസും റോളൊന്നും ഇല്ലാത്ത കാരണം സെയിം ആണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയോഫിലിസിറ്റി ഏതിനാ ഏറ്റവും കൂടുതൽ, ന്യൂക്ലിയോഫിലിസിറ്റി ബേസിറ്റിയും രണ്ടും ഏറ്റവും കൂടുതൽ ഏത് തന്നെയാണ്, ഈ പറഞ്ഞ CH3O- അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചല്ലാതെ പുതിയൊരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് മൂന്ന് മോളിക്യൂൾസ് ഉണ്ട്. മൂന്ന് മോളിക്യൂൾസിൽ ഏറ്റവും കൂടുതൽ ഡോണർ അബിലിറ്റി ഉള്ള, അതായത് ഏറ്റവും കൂടുതൽ ബേസിറ്റി ഉള്ള മോളിക്യൂൾ ഏതാ കണ്ടുപിടിക്കണം. C- ഇവിടെ H ആണ്, ഡബിൾ ബോണ്ട് ആണ് കേട്ടോ. മൂന്നാമത്തെ മോളിക്യൂൾ CH, ട്രിപ്പിൾ ബോണ്ട് C-. ഇതിപ്പോ എന്താ ഡിഫറൻസ്? ഇത് മൂന്നാണ് നമ്മുടെ മോളിക്യൂൾ. ഇവിടെ ഇപ്പൊ കാർബൺ തന്നെയാണ് നമ്മുടെ ഡോണർ ആറ്റം, അതിൽ വ്യത്യാസമൊന്നുമില്ല. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ എന്താണ് കാർബൺ, ഒരു കാർബൺ മാത്രമേ ഉള്ളൂ അല്ലെ, ഇങ്ങനെയൊക്കെ ഇവിടെ വരുന്നത്. അപ്പൊ എന്താ ഡിഫറൻസ്? ഇവിടെ ബേസിക്കലി ഡിഫറൻസ് വരുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ് ഡിഫറൻസ് വരുന്നത്. ഈ C- എന്ന് പറയുന്ന ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്, കാർബൺ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇവിടെ C ഡബിൾ ബോണ്ട് C- അല്ലെ, ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അതുപോലെ ഈ കേസിൽ കാർബൺ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എങ്ങനെ ഡോണർ അബിലിറ്റി അല്ലെങ്കിൽ ബേസിറ്റി പറയാം? നമുക്കറിയാം ഡോണർ അബിലിറ്റി എന്ന് പറയുന്നത് എ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച്, അതായത് നമ്മുടെ ഹൈബ്രിഡൈസേഷനിൽ എസ് ക്യാരക്ടർ ഇൻക്രീസിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഡോണർ അബിലിറ്റി ഡിക്രീസ് ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്. ഡോണർ അബിലിറ്റി ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ, ഡോണർ അബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ, ഇതൊരു കൺസെപ്റ്റ് ആണ്. എസ് ക്യാരക്ടർ, പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് ഡോണർ അബിലിറ്റി ഡിക്രീസ്, അല്ലെങ്കിൽ ബേസിറ്റി പറയാം, ബേസിറ്റി നമ്മൾ പഠിക്കുന്നപ്പോൾ. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കാൻ ചോദ്യം, ബേസിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. കാരണം നമുക്കറിയാം p ഓർബിറ്റലുള്ള ഇലക്ട്രോൺ ഒന്നുകൂടി ഈസി ഡൊണേറ്റ് ആവാം. s ഓർബിറ്റൽ വെച്ച് നോക്കുമ്പോൾ s ഓർബിറ്റൽ ഒന്നും കൂടി എന്താണ്, ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുതലുണ്ട്. അപ്പൊ s ഓർബിറ്റൽ ആകുമ്പോൾ അല്ലെങ്കിൽ s ക്യാരക്ടർ കൂടുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാകുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് s ക്യാരക്ടർ കൂടുമ്പോൾ ഡോണർ അബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, s ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഇതിനാ sp ക്കാണ് അല്ലെ, പിന്നെ sp2, പിന്നെ sp3, ഇങ്ങനെ s ക്യാരക്ടർ പോകുന്നത് അല്ലെ. ഇവിടെ s ക്യാരക്ടർ ഏറ്റവും കൂടുതൽ sp ക്കാണ്. സോ ഇവിടെ ഡോണർ അബിലിറ്റി ഏറ്റവും കുറവ് sp കാർബൺ ആയിരിക്കും, പിന്നെ sp2 കാർബൺ, പിന്നെ sp3 കാർബൺ. നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഡോണറബിലിറ്റി ഏതിനായിരിക്കും, sp3 ഉള്ള കാർബൺ, sp3 ഏതിനാണോ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഡോണറബിലിറ്റി. സോ ഇവിടെ മോളിക്കുലർ ആൻസർ എന്താ, ഇത് C-, ഈ സംഭവം CH3-, നമ്മുടെ മിഥൈൽ ആയിട്ടുള്ള കാർബൺ, മിഥൈൽ കാർബൺ ആണ്, ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡോണറബിലിറ്റി. ബിക്കോസ് ഇവിടെ കാർബൺ sp3 ആണ്. sp3 ആകുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ വളരെ കുറവായിരിക്കും. പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കുറവായിരിക്കുമ്പോഴാണ് ഡോണറബിലിറ്റി ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടെന്താണ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. പെർസെൻറ്റേജ് എസ് ക്യാരക്ടറും ഡോണറബിലിറ്റിയും ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അത് കിട്ടിയില്ലേ? ഇനി അതേപോലെ തന്നെ ഈ ഒരു രണ്ട് മോളിക്യൂൾസ് നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ MENH2, M ഇവിടെ ഇങ്ങനെ ഒരു മോളിക്യൂൾ ആണ്. പിന്നെ അടുത്ത മോളിക്യൂൾ MEC�double-bond-N, ഇങ്ങനെയാണ്. ഇങ്ങനെ രണ്ട് മോളിക്യൂൾ ആണ്. ഇതിൽ ഏതിനായിരിക്കും ഡോണറബിലിറ്റി അല്ലെങ്കിൽ ബേസിറ്റി കൂടുതൽ? ഇവിടെ എന്ത് നോക്കണം, നമ്മൾ നൈട്രജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. ഡോണർ ആറ്റം ഏതാ, രണ്ട് കേസിൽ നൈട്രജൻ ആണ് ഡോണർ ആറ്റം അല്ലെ, നൈട്രജൻ ആണ് ഡോണർ ആറ്റം. സോ ഇവിടെ നൈട്രജൻ ഹൈബ്രിഡൈസേഷൻ എന്താ വരുന്നത്, ഇവിടെ sp3 ആണ്. sp3 ആണ്, ഇവിടെ sp ആണ്. സോ അതുകൊണ്ട് sp3 ഒക്കെ ആയിരിക്കും കൂടുതൽ എന്ത് ഡോണറബിലിറ്റി. അപ്പൊ ഇതായിരിക്കും ഡോണറബിലിറ്റി കൂടുതൽ ഏതിനായിരിക്കും, ഫസ്റ്റ് മോളിക്യൂളിനായിരിക്കും. എളുപ്പമല്ലേ? അപ്പൊ ഹൈബ്രിഡൈസേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബേസിറ്റി അല്ലെങ്കിൽ ഡോണറബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടുള്ള കമ്പാരിസൺ ഒക്കെ നടത്തി. നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുണ്ട് ഇതിൽ, അതായത് ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇലക്ട്രോൺസ് 5 ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും 5 ഇലക്ട്രോൺസും ഒരു മോളിക്യൂളിൽ എന്ത് ചെയ്യുന്നു, ഡീലോക്കലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ബേസിറ്റി പറയാനുണ്ടെങ്കിൽ രണ്ട് കോമ്പൗണ്ട്സ് എടുക്കാം. നമുക്കറിയുന്ന രണ്ട് കോമ്പൗണ്ട്സ് ആണ് പിരിഡിനും അതുപോലെ പൈറോളും. ഇതിന്റെ ബേസിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഡോണർ അബിലിറ്റി നമുക്ക് കമ്പയർ ചെയ്യണം. ഡോണർ അബിലിറ്റി ഓഫ് നൈട്രജൻ ആറ്റം, രണ്ടിലും ഏതാണ്, നൈട്രജൻ ആറ്റം ആണ് ഇവിടുത്തെ ഡോണർ ആയിട്ടായിട്ട് വരുന്നത് അല്ലെ. പൈറോളിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ഒരു മിനിറ്റ്. പൈറോൾ. ഓക്കെ, പിരിഡിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നത്, പിരിഡിന് ഇങ്ങനെയാണ് വരുന്നത്, N, ഇങ്ങനെയാണ് പിരിഡിൻ വരുന്നത് അല്ലെ. ഇതാണ് പിരിഡിൻ. പൈറോളോ
ഇങ്ങനെയാണ് പൈറോൾ വരുന്നത്. പൈറോളിന്റെ കേസിൽ ഇവിടെ 2 ഡബിൾ ബോണ്ട് നൈട്രജൻ. അപ്പൊ ഇതാണ് പിരിഡിനും പൈറോളും. ഇതിന് ബേസിക് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോണർ അബിലിറ്റി ബേസിക് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ ബേസിക് ഇതേന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയാൽ നൈട്രജൻ ആണ് ഇവിടുത്തെ രണ്ടത്തെയും ഇവിടുത്തെ ആറ്റം ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോൺ പെയർ, നൈട്രജൻ ലോൺ പെയർ ഡീലോക്കലൈസ്ഡ് ആണോ ലോക്കലൈസ്ഡ് ആണോ, അതായത് നൈട്രജൻ ലോൺ പെയർ ഈ റിങ്ങിലൂടെ ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡീലോക്കലൈസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടോ, അതോ അത് ലോക്കലൈസ്ഡ് ആയി നൈട്രജൻ മോളിൽ തന്നെ നിൽക്കുകയാണോ? എന്താ അങ്ങനെ നോക്കാൻ കാരണം എന്താ? നമുക്കറിയാം ബേസിറ്റ് എന്ന് പറയുമ്പോൾ ഓൾവേസ് എന്താണ്, നമ്മുടെ ഡോണർ ആറ്റം എന്ത് ചെയ്യണം, അതിന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം, ഒരു പ്രോട്ടോൺ കൊടുക്കണം അല്ലെ. ബേസിറ്റ് പറഞ്ഞാൽ പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ ആണല്ലോ. അപ്പൊ നൈട്രജൻ ലോൺ പെയർ അല്ലെങ്കിൽ ഏതൊരു ആറ്റം ആണെങ്കിലും അതിന് ഇലക്ട്രോൺ അതിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു H+ അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യണം, നൈട്രജൻ മോളിൽ തന്നെ നിൽക്കണം. ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ റിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇലക്ട്രോൺസ് റിങ്ങിലൂടെ ഡീലോക്കലൈസ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നൈട്രജന് മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിറ്റി കുറയും. ബിക്കോസ് അതിന് H+ അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ഇലക്ട്രോൺസ് അവിടെ കുറവായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത്. നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു, പിന്നെ ആറ്റത്തിൽ ഇലക്ട്രോണെഗറ്റിവിറ്റികൾ നോക്കി അല്ലെ. വേറെ വേറെ ഡോണർ ആറ്റംസ് നമുക്ക് ഇലക്ട്രോണെഗറ്റിവിറ്റി നോക്കാം, ഹൈബ്രിഡൈസേഷൻ നോക്കി. പക്ഷെ ഇവിടെ ഈ 2 നൈട്രജൻ ആണ്. അപ്പൊ ഈ കേസിൽ റിംഗിൽ നമുക്ക് നോക്കാനുള്ള കാര്യം ഡീലോക്കലൈസേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫാക്ടർ എന്താ, ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ആവുന്നുണ്ടോ, ആവുന്നുണ്ടോ? പൈറോളിന്റെ കേസിൽ സുഖമായിട്ട് ആവും അല്ലെ. നോക്കിയേ, പൈറോളിന്റെ കേസിൽ കണ്ടോ, ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഷിഫ്റ്റ് ആയി പോകുന്നത്. ബിക്കോസ് ഇവിടെ നൈട്രജന്റെ മുകളിലത്തെ ഇലക്ട്രോൺസ് ഈ ഡീലോക്കലൈസേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിരിഡിന്റെ കേസിൽ എന്തില്ല, ഈ നൈട്രജൻ ഈ ലോൺ പെയർ എന്ന് പറയുന്നത് ഒരു sp2 ഓർബിറ്റിൽ കിടക്കാം. sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ കിടക്കാണ് ലോൺ പെയർ. അതെന്തല്ല, നൈട്രജന്റെ ബാലൻസ് ആയിട്ട്, അതായത് ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബാലൻസ് ആയി ബാക്കി നിൽക്കുന്ന ലോൺ പെയർ അല്ല. ഇവിടെ sp2 ഹൈബ്രിഡ് ഓർബിറ്റലിലാണ് എന്റെ മുകളിൽ ലോൺ പെയർ നിൽക്കുന്നത്. അതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല, അത് ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അത് ലോക്കലൈസ്ഡ് ആയി നിൽക്കാം. അപ്പൊ ഇവിടെ അത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് പിരിഡിൽ നൈട്രജൻ ലോൺ പെയർ ലോക്കലൈസ്ഡ് ആണ്, എന്നാൽ പൈറോളിലോ ഈ ലോൺ പെയർ ഈസിയായി ഡീലോക്കലൈസ്ഡ് പോകും. ക്ലിയർ അല്ല? ഈ ഒരു ഡിഫറൻസ് കാരണം എന്ന് പറയാം പിരിഡിനാണ് ബേസിറ്റി കൂടുതൽ. കാരണം നൈട്രജൻ ലോൺ പെയർ അവിടെ തന്നെ ഉണ്ട്, വേറെ ഏതെങ്കിലും H+ വന്നാൽ അതിന് എന്ത് ചെയ്യാം, ഈസി സബ്സ്ട്രാക്ട്. പക്ഷെ പിരിഡിന്റെ കേസിൽ ഈ ലോൺ പെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും. Clear up. Difference clear up. Pyridine is more basic than pyrrole. Basicity of pyridine greater than pyrrole. Pyridine എന്താണ്, greater than pyrrole ആണ്. അത് കിട്ടിയ ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണത്. അങ്ങനെ തന്നുള്ളൂ, പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കൺക്ലൂഷൻ നമുക്ക് ബേസിറ്റിക്ക് വേണ്ടി നമുക്ക് 3-4 ഫാക്ടേഴ്സ് പറയാം. ജസ്റ്റ് വേഗം എഴുതാൻ. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ നോക്കണം, ഹൈബ്രിഡൈസേഷൻ നോക്കണം അല്ലെ. ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മൾ പറഞ്ഞു അല്ലെ, എങ്ങനെ പെർസെന്റേജ് ഓഫ് എസ്കാറ്റർ അനുസരിച്ച് ഡോണറബിലിറ്റിക്ക് എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞു. പിന്നെ നോക്കേണ്ട ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നത്, ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ നോക്കണം ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കണം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ആരുടെ ഡോണർ ആറ്റം അല്ലെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഡോണർ ആറ്റം. ഇവിടെ എന്താണ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ഡോണർ ആറ്റം ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും 3 കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡോണർ അബിലിറ്റി അല്ലെങ്കിൽ ബേസിറ്റി നമുക്ക് പറയാൻ കഴിയും. ക്ലിയർ ആയി? ഇതാണ് അപ്പൊ നമ്മൾ ലാസ്റ്റ് പറയാനുള്ള കാര്യം ഇതാണ് കേട്ടോ. അപ്പൊ നമ്മള് ന്യൂക്ലിയോഫിൽ പറഞ്ഞു, ഇലക്ട്രോഫിൽ പറഞ്ഞു, പിന്നെ അതിന്റെ കൂടെ തന്നെ ഡോണർ അബിലിറ്റി അല്ലെങ്കിൽ ബേസിറ്റിയും പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ 2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ ചോദ്യം ആകെ 2 ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. എക്സ്ട്രാ ആയിട്ട് ഞാൻ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇൻഡക്റ്റീവ് എഫക്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാളെ ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. താങ്ക് യു.